ഇൻസുലേഷൻ ടെസ്റ്റ് എന്നായിരിക്കും പേര്. നമ്മൾ മെഗറെന്നും വിളിക്കും. അതതിൻ്റെ ആ കമ്പനിയുടെ പേര് ഇങ്ങനെ പറഞ്ഞ് JCB, അങ്ങനെ JCB എന്ന് പറഞ്ഞ ആയ പോലെ ഇത് മെഗറായതാണ്. IT ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാകും പലരും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യുക, അതായത് രണ്ടെണ്ണം തമ്മിൽ ഷോർട്ട് ഉണ്ടോ, പിന്നെ അതുകൂടാതെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ, പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് കണ്ടിന്യൂറ്റിയും ടെസ്റ്റ് ചെയ്യാം, ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഇതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 കോർ കേബിൾ, ഇപ്പോൾ നമ്മുടെ വയറിങ്ങൊക്കെ ചെയ്യുമ്പോഴുള്ള കേബിളുകൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്, ചെക്ക് ചെയ്യാൻ അതിന് പരസ്പരം വല്ല ഷോർട്ട് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് 2 പ്രോബുണ്ട്, പ്ലസും മൈനസും, അല്ലെങ്കിൽ റെഡും ബ്ലാക്കും ഉള്ള 2 പ്രോബ്. അപ്പോൾ ഞാൻ ഈ യെല്ലോ തമ്മിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ഷോർട്ട് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പരസ്പരം ഒരു കണക്ഷൻ വരും, അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ റെസിസ്റ്റൻസ് കാണിക്കുന്നത് 1 മെഗാ, ഇത് ഡിജിറ്റലിൽ കാണിക്കുന്നത് 1 മെഗാ ഓംസ് എന്ന് പറഞ്ഞാൽ കാണിക്കണം. വിച്ച് മീൻസ് ഇത് രണ്ടും തമ്മിൽ ഒരു 1 മെഗാ ഓംസ്, അതായത് 1000 ഓമിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട് ഇടയിൽ. അതായത് പരസ്പരം കണക്ഷൻ ഇല്ല എന്നുള്ള ഒരു ഇതിനായിരുന്നു കിട്ടുന്നത്. അപ്പോൾ അത് ഓരോ സാധനത്തിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇത് 500 വോൾട്ട് 1000 വോൾട്ടിൻ്റെ വരെയുള്ള ഇത് വെച്ചാൽ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മീൻസ് ആ യൂസ് ചെയ്യുന്ന കേബിൾ, ഇതിപ്പോൾ മോട്ടർ അങ്ങനെയുള്ള ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന കേബിളാണ്. അപ്പോൾ അതിൻ്റേതായ മെഗർ യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ HT സൈഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ 5000 വോൾട്ടിൻ്റെ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മാത്രമല്ല, അത് ജിഗാ ഓംസിലൊക്കെ ആയിരിക്കണം അതിൻ്റെ വാല്യൂസ് കിട്ടണം. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഇന്ന വാല്യൂസ് വേണം, മിനിമം ഇത്ര വേണം. കൂടിപ്പോയാൽ കുഴപ്പമില്ല, കുറഞ്ഞു വരാൻ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ പരസ്പരം എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടെന്നുള്ള ഒരു മീനിങ് ആയിരിക്കും അതിൽ. ഇപ്പോൾ നമുക്ക് ഈ മെഗാ ഓംസ് ഒക്കെ വെച്ച് ട്രാൻസ്ഫോമർ കിട്ടിയാൽ നമുക്കത് സാറ്റിസ്ഫൈഡ് അല്ല. 1 മെഗാ ഓംസ് എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഷോർട്ട് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം അതൊക്കെ ചെറിയൊരു മിനിമം റെസിസ്റ്റൻസ് ഇത്ര വേണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാം. ഈ ഇതിൻ്റെ ഇപ്പോൾ റെഡിൻ്റെ ബ്ലൂവിൻ്റെ തമ്മിൽ ടെസ്റ്റ് ചെയ്താലും ഈ സംഭവം തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നമുക്കത് ഏതെങ്കിലും ഷോർട്ട് ആയിട്ടെന്ന് വെച്ചാൽ നമുക്കൊരു മനഃപൂർവ്വം ഒരു ഷോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം ആ റെഡും ബ്ലൂ കൂടി ഷോർട്ട് ചെയ്ത് ഓക്കെ, അത് ഷോർട്ട് ചെയ്യുമ്പോൾ കണ്ടു അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 0 മെഗാ ഓംസ് എന്ന് പറഞ്ഞാൽ അത് 0 ഓംസിലേക്കാണ് ചെല്ലുന്നത് ഓൾമോസ്റ്റ്. അത് കറക്റ്റ് ഷോർട്ട് ചെയ്യുമ്പോൾ കണ്ട 0 തന്നെ വരുന്നുണ്ട്. അതായത് നമുക്ക് കണ്ടിന്യൂറ്റിയും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഇത് യൂസ് ചെയ്ത്. ഇപ്പോൾ മൾട്ടിമീറ്ററിലും കണ്ടിന്യൂറ്റി ഇട്ടിട്ട് ചെക്ക് ചെയ്യാം, പക്ഷേ അത് ലോങ് ഡിസ്റ്റൻസിൽ ആ മൾട്ടിമീറ്റർ അത്ര കറക്റ്റ് റിസൾട്ട് തരില്ല. ഈ പറഞ്ഞ രണ്ടും മൾട്ടിമീറ്ററിലും ചെക്ക് ചെയ്യാം, പക്ഷെ നമ്മുടെ ഒരു മൾട്ടിമീറ്ററിൽ ഒരു ചെറിയ ബാറ്ററി വെച്ചുള്ള അധികം വോൾട്ടേജ് ഒന്നും അത് വിടുന്നില്ല. ബേസിക്കലി ഇത് നടക്കുന്നത് എന്താ, ഇതിലേക്ക് ഒരു വോൾട്ടേജും ഒരു കറണ്ട് എടുത്തിട്ട് ആ വോൾട്ടേജും കൊടുത്തിട്ട് വോൾട്ടേജ് ബൈ കറണ്ട്, ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. R=V/R ഓംസ് ലോ തന്നെയാണ് ഇതിൽ നടപ്പാക്കുന്നത്. അപ്പോൾ നമ്മുടെ മറ്റേ സാധാ മൾട്ടിമീറ്ററൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ക്ലാം മീറ്ററൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര അക്യുറസി കിട്ടണമെന്നില്ല ഈ ഇങ്ങനത്തെ ഇൻസുലേഷൻസ് ഒക്കെ. എസ്പെഷ്യലി ഇപ്പോൾ 10 kW റേഞ്ചൊക്കെ ഉള്ള വർക്കാണ് ചെയ്യണത്, അല്ലെങ്കിൽ വീട്ടിലെ വർക്കാണെങ്കിൽ പോലും നമ്മൾ മെഗർ വെച്ചാണ് അത് ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള വാല്യൂസ് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ആ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ സാധനം തന്നെ നമുക്ക് അനലോഗ് മെഗറിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ 10 kW വരെയുള്ള C ക്ലാസ് കോൺട്രാക്ടർ ആ റേഞ്ചൊക്കെ അവർ യൂസ് ചെയ്യുന്നത് 500 ഒക്കെ ആയിരിക്കും. B ക്ലാസ്സിലുള്ളവർക്ക് 1000 ഉണ്ടാവും. ഇതിൻ്റെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബേസിക്കലി നടക്കുന്നത് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു ഇത് ജനറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട്, അത് ജനറേറ്റ് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നു. സെയിം ഇതിൽ റീഡിങ്സ് തന്നെ മെഗാ ഓംസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഇതിൽ കാണിക്കുമ്പോൾ ഇൻഫിനിറ്റി കിടക്കും, മീൻസ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇതായിരിക്കണം കിടക്കേണ്ടത്. ആണെങ്കിൽ അത് ചെയ്തു നോക്കാം. നമുക്ക് ഇതിലേക്കൊന്ന് പ്രോബ് മാറ്റി കൊടുത്താൽ ഓൾമോസ്റ്റ് ഇൻഫിനിറ്റി തന്നെ കിടക്കുന്നത്. അത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0യിലേക്ക് പോകുന്നതാണ്. ഷോർട്ട് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ 0യിലേക്ക് പോകുന്നു. ഇതാണ് ആ ഇൻസ്റ്റലേഷൻ ചെക്ക് ചെയ്യണ പരിപാടി. ഓക്കെ, അപ്പോൾ ഏത് മെഗറാന്നുള്ള കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. നമ്മൾ ഇപ്പോൾ വീഡിയോകളിലൊക്കെ 500 മതിയോ, കുറച്ച് ഹയർ ഇൻസ്റ്റലേഷൻ ഇപ്പോൾ 50 kW ലൈസൻസ് 25 kW ലൈസൻസ് നമുക്ക് 1000ൻ്റെ മെഗറാണ്. ഇത് കോൺട്രാക്ടർ കയ്യിൽ ഉണ്ടാവണം ഈ സാധനങ്ങളൊക്കെ. മെഗർ പറയുന്നുണ്ട്, ആ ലിസ്റ്റിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് വേണ്ടത്. പിന്നെ ഈ ക്ലാം മീറ്റർ പറയുന്നുണ്ട്, അല്ല ടെസ്റ്റർ പറയുന്നത്. നിങ്ങൾക്ക് 10 kW വരെ ക്ലാം മീറ്റർ പറയുന്നില്ല, പക്ഷേ ടോൺ ടെസ്റ്റർ പറയും 50 kW അതിലൊക്കെ പറയുന്നുണ്ട്.